ഹായ് ഓൾ, വെൽക്കം ടു ബേസിക് കിച്ചൺ. ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു പാസ്ത റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ബേക്ക്ഡ് ചീസി ചിക്കൻ മാക്. പേര് കേട്ട് ആരും ഞെട്ടുക എന്നും വേണ്ട കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു ഇൻഡോ ഇറ്റാലിയൻ റെസിപ്പിയാണെന്ന് തന്നെ പറയാം. ഇതിൽ ഞാൻ മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ സ്പൈസസും കൂടാതെ ഇറ്റാലിയൻ ഇൻഗ്രീഡിയൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ മാത്രമേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ്, 2 ടീസ്പൂൺ തന്തൂരി മസാല എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് ചിക്കൻ ഒന്ന് വേകാനായി വയ്ക്കാം. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ കുക്കായി കിട്ടുന്നതാണ്. ചിക്കൻ പാകമായി കഴിഞ്ഞ് അതിൽ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ അത് ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇവിടെ ചിക്കൻ നല്ലവണ്ണം പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ പാസ്തയുടെ മസാല തയ്യാറാക്കുന്നതിനായി ചെറുതായി നുറുക്കി വെക്കേണ്ടതാണ്. അടുത്തതായി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പിട്ട് പാസ്ത തയ്യാറാക്കി എടുക്കാം. ഏകദേശം 4 കപ്പ് പാസ്തയാണ് ഇവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായി പാസ്തയ്ക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ചേർത്ത് കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ഇനി അതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നല്ലവണ്ണം പാകമായി കിട്ടാനായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് നന്നായി മസാലയുമായി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിക്കായിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ചെദർ ചീസ് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചീസ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ മസാലയുമായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്കറോണി പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത നല്ലവണ്ണം ചിക്കൻ മസാലയുമായി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിനായി ഒരു 5 മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പാൽ മുട്ടയോടൊപ്പം ചേർത്ത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം.
ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത മസാലയിലേക്ക് എഗ് അടിച്ചത് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ഈ കൂട്ട് മസാലയുമായി ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുട്ടയുടെ ഈ കൂട്ട് വെന്ത് പോകാണ്ടിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ പാസ്ത മസാല തണുപ്പിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. 2 തരം ചീസാണ് ഞാൻ ഈ റെസിപ്പിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ചെദർ ചീസും മൊസറല്ല ചീസും. ഇനി ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബേക്കിംഗ് ട്രേയിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത മാറ്റാം. അതിന് മുകളിലായി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില വിതറിക്കൊടുക്കാം. അതിന് മുകളിലായി എടുത്തു വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് വിതറിക്കൊടുക്കാം. ചീസിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവനിൽ വെച്ച് അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചീസി ചിക്കൻ പാസ്ത റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ വ്യത്യസ്തവും വളരെ ടേസ്റ്റിയുമായ ഒരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.